ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ഫോളോവേഴ്സ് SNDP അത് പരിപാലിക്കുന്ന ആൾക്കാർ എന്നാണ് SNDP അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരാണോ ഈ SNDPക്കാർ? ഇത് പറയുമ്പോൾ നമുക്ക് നേരെ തെറിയഭിഷേകം ഉണ്ടായേക്കാം, എന്നാലും പറയാതെ വയ്യ. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ മലപ്പുറം എന്ന ജില്ലയെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ ഖേദകരമാണ്, വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒന്നായിരുന്നു. കാരണം ഇദ്ദേഹം ഇതിനു മുമ്പ് പല പല കാര്യങ്ങൾ ഇരുന്ന് പറയുകയും വിവാദങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമല്ല. പണ്ട് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന പോലെ പാപം ചെയ്യാത്തവർ അവരെ കല്ലെറിയുവരെന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം പാപം ചെയ്യാത്തവരൊന്നും അല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ തോന്നിയത് ഈ പറയുന്ന മലപ്പുറത്ത് SNDPക്കാർക്ക് ജീവിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഈഴവർക്ക് ജീവിക്കാൻ വയ്യ, അവിടെ ശ്വാസം മുട്ടിയാണ് കഴിയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം ഇറക്കി. അതുകൂടാതെ അതിൽ അദ്ദേഹം നിർത്തിയില്ല. അദ്ദേഹം പിന്നെയും കൂടെ പറഞ്ഞത് അവിടെ തൊഴിലുറപ്പ് പണി മാത്രമേ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, വേറെ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. EMS നമ്പൂതിരിപ്പാടിനെ സമ്മാനിച്ച, തുഞ്ചത്ത് രാമാനുജനെ സമ്മാനിച്ച ആ ഒരു നാട്ടിനെ കുറിച്ചാണോ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ പറയുന്നത്? അദ്ദേഹം ചരിത്രം കഴിഞ്ഞൊരു സാറ്റലൈറ്റ് ചാനലിൽ ഒരാൾ പറഞ്ഞ പോലെ, പ്രമുഖനായ ഒരു വാർത്താ അവതാരകൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ചരിത്രം അറിയില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഒരു SNDP ശാഖ അല്ലെങ്കിൽ SNDP യോഗത്തിന്റെ തലതൊട്ടം ഇരിക്കുന്ന ഒരാൾ, അയാൾ ഒരു നമ്മുടെ നാട്ടിലെ മലപ്പുറത്ത് ഇരിക്കുന്ന മലപ്പുറത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയുക എന്ന് പറയുമ്പോൾ വളരെ മോശമായ ഒരു കാര്യമല്ലേ അദ്ദേഹം ചെയ്തത്? കാരണം അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കാൻ തന്നെ യോഗ്യത ഉള്ളവനാണോ? മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലെ കുറ്റം ആരോപിക്കപ്പെട്ട ഒരാൾ, അതിന്റെ പേരിൽ പഴികൾ കേൾക്കപ്പെട്ട ഒരാൾ, ഇതിൽ ഇപ്പോഴും തെളിയപ്പെടാത്ത ഒരുപാട് അഴിമതി കൈകൾ അല്ലെങ്കിൽ അഴിമതിക്കറകൾ കൈകളിൽ പുരട്ടിയ ഒരാൾ. അദ്ദേഹം ജെനുവിൻ അല്ല എന്ന് പച്ചവെള്ളം കുടിക്കുന്ന എല്ലാ ഈഴവന്മാർക്കും അറിയാം. ഈ ഒരു പക്ഷേ ഈഴവ പ്രസ്ഥാനത്തെ തന്നെ ഇങ്ങനെ ഷാറ്റേഡ് ആക്കിയ ഒരു വ്യക്തി വെള്ളാപ്പള്ളി നടേശൻ അല്ലേ എന്ന് ചോദിച്ചാൽ ആണെന്ന് ചിലപ്പോഴൊക്കെ രഹസ്യമായെങ്കിലും പറയേണ്ടി വരും. കാരണം ഗുണ്ടകളുമായിട്ടാണല്ലോ അദ്ദേഹത്തിന്റെ നടപ്പ്. അഴിമതിയുടെ രാജാവായിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എന്താണ് അദ്ദേഹം ഈഴവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഇത്രയധികം ദണ്ണം തോന്നാൻ ഈഴവർക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, വോട്ട് ബാങ്കുകൾ മാത്രമാണ് ഈഴവരെന്ന് പറയുന്നത്, വോട്ടുകുത്ത യന്ത്രങ്ങൾ, വോട്ട് മെഷീൻസ് മാത്രമാണ് ഈഴവരെന്ന് പറയുന്നത്. ഈഴവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. ആരാണ് അവരെ ഒരുമിച്ച് നിർത്തേണ്ടിയിരുന്നത്? എന്തിനാണ് ഇങ്ങനൊരു സംഘം? എന്തിനാണ് നമുക്ക് SNDP എന്ന് പറഞ്ഞൊരു സംഘം എന്തിനാണ്? ആൾക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നിർത്തി അവരുടെ ഒരു വാല്യൂ മനസ്സിലാക്കാനും അവരുടെ കൾച്ചർ പ്രചരിപ്പിക്കാനും ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കാനുമാണ് ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ SNDP എന്ന് പറഞ്ഞ SNDP യോഗം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന തലതൊട്ടിരിക്കുന്ന നേതാക്കന്മാർ, പ്രത്യേകിച്ചും ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെ ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുന്ന ആൾക്കാർ കുറെ കാശുണ്ടാക്കിയെന്നല്ലാതെ എന്ത് മെച്ചമാണ് ഈഴവർക്ക് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയത്? അദ്ദേഹം പറഞ്ഞല്ലോ, മലപ്പുറത്ത് ഈഴവ കോളേജുകളോ അല്ലെങ്കിൽ ഹിന്ദു കോളേജുകളോ വളരെ വിരളമാണ്, അവിടെ അതൊന്നും ഉണ്ടാവില്ല, അവിടെ അതൊന്നും ആരും കൊടുക്കില്ല, അവിടെ അതൊന്നും ആരും തുറക്കില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, താങ്കൾ നടത്തുന്ന ഏതെങ്കിലും ഒരു കോളേജുകളോ സ്കൂളിലോ ഡൊണേഷൻ ഇല്ലാതെ പാവപ്പെട്ട ഈഴവ വിദ്യാർത്ഥിയോ പഠിപ്പിക്കാൻ ഒരു ചങ്കൂറ്റം താങ്കൾക്കുണ്ടോ? ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരിക്കൽ പോലും ഒരു സഹായവും SNDPയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഈഴവയാണെന്ന് പറയുന്നതിൽ എനിക്കൊരു അഭിമാനത്തോട് തന്നെ നമ്മളത് പറയും. പക്ഷേ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് ജനങ്ങളോട്. വേറൊന്നുമല്ല, വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കാനുണ്ട്. വേറൊന്നുമല്ല, ഈഴവർക്ക് വേണ്ടി എന്ത് കുന്തമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും കാലം ഈ ജനറൽ സെക്രട്ടറി പദത്തിലിരുന്നു കൊണ്ട് ചെയ്തു കൂട്ടിയത്? ഒരുമിക്കാനുള്ള, ഒത്തൊരുമയോട് പോകാനുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? എന്ത് കാര്യമാണ് നിങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയത്? പിന്നെ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്ക് മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം ജാതിയിൽപ്പെട്ട ആൾക്കാരെ ഇങ്ങനെ അവഹേളിക്കാൻ മാത്രമുള്ള ഒരു യോഗ്യത നിങ്ങൾക്ക് എന്താണുള്ളത്? നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ 80% ഈഴവരാണുള്ളത്, 10% പോലും മുസ്ലിങ്ങളില്ല എന്ന് വെച്ച് അവിടെ വരുന്ന ഒരു മുസ്ലിം മതപ്രഭാഷകർ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാപതി അവിടെ വരുമ്പോൾ പറയുന്നത്, അയ്യോ ഇവിടെ ഹിന്ദുത്വമാണ്, ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ഇവിടെ തീവ്രവാദമാണ് നടക്കുന്നതെന്ന് പറയാൻ അത് എങ്ങനെ ശരിയാകും? അത് തന്നെയല്ലേ 80% മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ അവിടെ ഉണ്ടെന്ന് സത്യം തന്നെ. പക്ഷെ അവിടെ 26% ഹിന്ദുക്കൾ ജീവിക്കുന്ന ഒരു നാടാണ്. ആ ഹിന്ദുക്കളുള്ള ആ നാട്ടില് ഒത്തൊരുമയോട് ജീവിക്കുന്ന മലപ്പുറത്തെ നാടുകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, ഈ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് കേൾക്കുന്ന വാർത്തയല്ല ആ ഒരു ജില്ലക്കാരെ കുറിച്ച്. അവിടെ ചെന്ന് കഴിയുമ്പോഴെന്നാണ് പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് പറയുന്നത്, ഇത്രയും സ്നേഹമുള്ള, ഇത്രയും നൈർമല്യമുള്ള ഒരാൾക്കാരെ കാണാൻ സാധിക്കില്ലെന്നാണ് ഈ കാലിക്കട്ടും അതോടൊപ്പം തന്നെ മലപ്പുറവും കണ്ണൂരും ഒക്കെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അത്രയും നൈർമല്യമുള്ള, വളരെ മതസൗഹാർദ്ദ